ഹായ് ഫ്രണ്ട്സ്, ഷിസ് പ്ലാന്റ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അഡീനിയം ചെടികളാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. 100 രൂപയുടെ ചെടികളാണ് കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്നതെല്ലാം 100 രൂപയുടെ ചെടികളാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കോഡ്സ് സഹിതം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഡ് നമ്പറാണോ വേണ്ടത് അത് നിങ്ങൾ എഴുതി എനിക്ക് വാട്സപ്പിൽ അയക്കാം കേട്ടോ. എഴുതി തന്നെ അയക്കണം, പിക്ചേഴ്സ് സെൻഡ് ചെയ്യരുത് കേട്ടോ. അതുപോലെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് കേട്ടോ. മിനിമം 5 ഉണ്ടെങ്കിലും ഓർഡർ ചെയ്യണം. 5 മുതൽ നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ കൊറിയർ ചാർജസ് എക്സ്ട്രാ വരും കേട്ടോ. അയക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. നിങ്ങൾ മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് അടീനിയം വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മൾ ഡയറക്റ്റായിട്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് അയക്കുക ചെയ്യുക, വീട്ടിലേക്ക് എത്തിച്ചു തരും. ഹോം ഡെലിവറിയാണ്. ആമസോൺ ഷിപ്പിങ്ങോ അല്ലെങ്കിൽ എക്സ്പ്രസ് ബീസോ ഏത് വഴിയാണ്, ഈ കാട്ടോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഡെലിവറി വഴിയാണ് നമ്മൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരിക. അതുകൊണ്ട് തന്നെ അഡ്രസ്സ് തരുമ്പോൾ നിങ്ങളുടെ പിൻകോഡ് തന്നെ തരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് അഡ്രസ്സ് തരുമ്പോൾ ഫുൾ അഡ്രസ്സ് തരിക. അഡ്രസ്സ് മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡെലിവറി അവിടെ പോയിട്ട് പിന്നെ അത് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും കേട്ടോ. നിങ്ങൾ എന്നാണോ ഓർഡർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എല്ലാ ഡീറ്റെയിൽസും വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഏത് കോഡുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്ന ചെടികളല്ലാണ്ട് പിന്നെ റേറ്റ് കൂടിയ ചെടികളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്ലാൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് ചെയ്യുക. പേഴ്സണലി നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓർഡർ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പറ്റുള്ളൂ. ആദ്യം പ്രീ പേയ്മെൻ്റ് ആണ്, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഡീറ്റെയിൽസ് ഒരുവിധമുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അയക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അതുപോലെ തന്നെ ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരും. എന്നാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് 15 ഡേയ്സിനുള്ളിലാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നുണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കോഡ് നമ്പേഴ്സ് മിനിമം ഓർഡർ 5 ആണ്. എക്സ്ട്രാ കൊറിയർ ചാർജസ് വരും. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ 500 പ്ലസ് കൊറിയർ ചാർജസ് വരും കേട്ടോ. അങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കുക. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ പ്ലാൻസ് വേറെ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ, കുറച്ച് വലിയ പ്ലാൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറെ പ്ലാൻസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ 100 രൂപയുടെ പ്ലാൻസ് ആണ്, 140 രൂപയുടെയും 200 രൂപയുടെയൊക്കെ പ്ലാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണ്ടവർ വേഗം വേറെ മെസ്സേജ് ചെയ്യുക കേട്ടോ. പേഴ്സണലി മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ. അതുപോലെ പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടി എന്നുള്ളൊരു വിവരം അറിയിക്കുക. അതുപോലെ തന്നെ പ്ലാന്റ് കിട്ടുമ്പോൾ നിങ്ങൾ അൺബോക്സിങ് വീഡിയോ ആയിട്ട് തന്നെ എടുത്ത് എനിക്ക് അയയ്ക്കുക. അതാകുമ്പോൾ നിങ്ങളുടെ പ്ലാന്റിന് എന്തെങ്കിലും ഇൻ കേസ് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്ലാന്റ് തരൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ കാശ് റീഫണ്ട് ചെയ്ത് തരാനോ നമുക്ക് പറ്റും. അതല്ല നിങ്ങൾ ഫോട്ടോ ആണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്കത് ചെയ്തു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും നിങ്ങൾ വീഡിയോ എടുത്ത് അയയ്ക്കുക. അതുപോലെ തന്നെ അഡീനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിൽ വേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. അത്യാവശ്യം നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ പൂക്കളം കിട്ടും. നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഏരിയയിൽ വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സ്, മണ്ണ്, മണൽ, ചാണകപ്പൊടി, ഇതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം നല്ല രീതിയിൽ ഊർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് വേണം റെഡിയാക്കാൻ. വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. കോഡെക്സ് ചീഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. കോഡെക്സ് നമ്മൾ നടുന്ന സമയത്ത് ഈ കോഡെക്സിൻ്റെ താഴെ ആയിട്ട് വേണം മണ്ണിടാൻ. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് 4 പുറം ഒന്ന് ഇളകാത്ത രീതിയിൽ വെച്ച് കൊടുക്കുകയേ വേണ്ടുള്ളൂ. എന്നാലാണ് ആ പ്ലാന്റ് നല്ല ഭംഗിയിൽ വരുള്ളൂ. അതുപോലെ ഇലകൾ കൂടുതലാവണം എന്നുള്ളത് ആവശ്യമില്ല. ഇലകൾ കുറഞ്ഞ് ആലാണ് പൂക്കൾ നല്ല രീതിയിൽ കൂടി വരിക. ഇലകൾ കുറവും പൂക്കൾ ഒരുപാടുമാണ് ഈ അഡീനിയത്തിന് ഉണ്ടായിരിക്കുക. ചകിരിച്ചോറ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ചകിരിച്ചോറ് ആഡ് ചെയ്യാതിരിക്കുക. കാരണം ചകിരിച്ചോറ് വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചകിരിച്ചോറ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ മഴ പെയ്യുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ മഴ അടീനിയത്തിന് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചകിരിച്ചോറ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം മഴ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് ചീഞ്ഞു പോകും. അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. താങ്ക് യു.